നമസ്കാരം. കെ എസ് ആറിന്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ജോയിനിങ് ടൈം, അതായത് ഒരു ഉദ്യോഗസ്ഥൻ PSC കിട്ടുമ്പോഴുള്ള ജോയിനിങ് ടൈം അല്ല, ട്രാൻസ്ഫർ ആയി പോയാൽ അല്ലെ പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജോയിനിങ് ടൈം എടുക്കാം. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. സാധാരണഗതിയിൽ ഈ ജോയിനിങ് ടൈമിന് ഒരു പ്രിപ്പറേഷൻ ടൈമുണ്ട്, അതായത് തയ്യാറെടുപ്പ് സമയം. 6 ദിവസമാണ് സാധാരണഗതിയിൽ തയ്യാറെടുപ്പ് സമയമായിട്ട് നമുക്ക് സാധാരണ ഒരു ഉദ്യോഗസ്ഥന് ലഭിക്കുന്നത്. അപ്പോൾ സാധനങ്ങൾ അതിൻ്റെ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ താമസം മാറുകയാണ്. വളരെ ദൂര സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി, പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ അയാൾ കുടുംബസമേതം അയാൾ നിലവിൽ താമസിച്ചിരുന്നിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പിനാണ് ഈ 6 ദിവസം നമുക്ക് അനുവദിക്കുന്നത്. പിന്നെ ആക്ച്വൽ ജേർണി ടൈം, ഇത്രയുമാണ് നമുക്ക് ഒരു ജോയിനിങ് ടൈം എന്ന രീതിയിൽ കിട്ടുന്നത്. നമുക്കിപ്പോൾ 2 തരം ജേർണി ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ട്രെയിനും ഉണ്ട് ബസ്സും ഉണ്ട് എങ്കിൽ 8 ദിവസം കിട്ടും ആകെ. ട്രെയിനിനും ഒരു ദിവസം കിട്ടും, ബസ്സിനും ഒരു ദിവസം, സാധാരണഗതിയിൽ കിലോമീറ്റർ ഒക്കെ പിന്നെ പറയാം, കിട്ടും. അപ്പോൾ 8 ദിവസം. അല്ലാത്ത കേസിൽ ഒരു ദിവസത്തെ ജേർണിയും 6 ദിവസത്തെ പ്രിപ്പറേഷൻ ടൈമുമാണ് നമുക്ക് സാധാരണഗതിയിൽ വരുന്നത്. ഇനി ഈ ഒരു കാലഘട്ടം, ഈ 6-1-7 ദിവസം അല്ലെ 6-1-2-8 ദിവസം എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ ജോയിനിങ് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തയ്യാറെടുപ്പ് കാലവും യാത്രാ സമയവും കൂടെ കൂടിയ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിന് ജോയിനിങ് ടൈം. അപ്പോൾ ഈ ജോയിനിങ് ടൈം എന്ന് പറയുന്ന ഈ ഡ്യൂറേഷൻ ഡ്യൂട്ടി ആയിട്ടാണ് പരിഗണിക്കുന്നത്. അയാൾ ഓഫീസിൽ പോയില്ല, തയ്യാറെടുപ്പ് ഇരിക്കുകയാണ്, പിന്നെ യാത്രയും കൂടെ വരുമ്പോൾ അയാൾ അത്ര ദിവസം ലീവ് എന്നുള്ളതല്ല, മറിച്ച് ഈ ദിവസങ്ങളെ ഡ്യൂട്ടി ടൈം എന്നാണ് പറയുന്നത്. ഇതിന് ട്രാൻസിറ്റ് പീരീഡ്, ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥ, ഇവിടെ നിന്ന് ഒരു എന്താ പറയണ്ടേ, ഒരു മാറ്റമാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസിറ്റ് പീരീഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ സമയത്ത് ശമ്പളമുണ്ട്, ഈ സമയത്തുള്ള പേക്ക് ട്രാൻസിറ്റ് പേ എന്ന് പറയും. ആ ട്രാൻസിറ്റ് പേ എവിടുന്നാ? നമ്മൾ നേരത്തെ പഴയ നിരക്കിൽ, പ്രൊമോഷൻ ആകുന്നതിന് മുമ്പുണ്ടായിരുന്ന നിരക്കിൽ പ്രൊമോഷനായി ചെല്ലുന്ന ഓഫീസിൽ നിന്ന് ഈ ട്രാൻസിറ്റ് പേ നമുക്ക് വാങ്ങാം. അങ്ങനെയാണ് KSRൽ പറയുന്നത്. സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടി പോയിന്റിൽ നിന്ന് ഒരു 15 കിലോമീറ്ററിനുള്ളിൽ താമസിച്ചിരിക്കണമെന്നാണ്. അത് ഡോക്ടർമാരാണെങ്കിൽ 8 കിലോമീറ്ററിനുള്ളിൽ താമസിച്ചിരിക്കുന്ന. ഇനി ഇതിൽ കുറേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉള്ളത് പറയാം. നമ്മളൊരു റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ അയാൾക്ക് പ്രിപ്പറേഷൻ ടൈം ഇല്ല, 6 ദിവസം പ്രിപ്പറേഷൻ ടൈം കിട്ടുന്നതല്ല. ആക്ച്വൽ ജേർണി ടൈം മാത്രമാണ് അയാൾക്ക് കിട്ടുക. ഇനി ഒരു ബിൽഡിംഗിൽ തന്നെ താഴത്തെ നിലയിൽ നിന്ന് 3ാമത്തെ നിലയിലുള്ള ഓഫീസിലേക്ക് പ്രൊമോഷൻ കിട്ടി. രണ്ടും ഇപ്പോൾ നമുക്കറിയാലോ, സിവിൽ സ്റ്റേഷനൊക്കെ വരുമ്പോൾ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഒരുപാട് ഓഫീസുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു സിവിൽ സ്റ്റേഷനിൽ താഴെയുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് മുകളിലുള്ള ഒരു കെട്ടിടത്തിലേക്ക് അയാൾക്ക് പ്രൊമോഷൻ കിട്ടിയാൽ ഒരു ജോയിനിങ് ടൈമും അദ്ദേഹത്തെ സംബന്ധിച്ച് കിട്ടുന്നതല്ല. കാരണം ദിവസവും പോകുന്നതാണ്, ആ പോകുന്ന പോലെ തന്നെയുള്ള ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് എല്ലാം. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ജോയിനിങ് ടൈം കിട്ടുന്നതല്ല. 8 കിലോമീറ്റർ വരെയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ജോയിനിങ് ടൈം കിട്ടും. 8 കിലോമീറ്ററിന് ഒരു ദിവസം ജോയിനിങ് ടൈം നമുക്ക് പ്രൊമോഷൻ ആയാലും ട്രാൻസ്ഫർ ആയാലും ഏതിനായാലും എടുക്കാവുന്നതാണ്. ഇനി ഡെപ്യൂട്ടേഷനിൽ പോവുകയാണെന്ന് വെച്ചോ, ഞാൻ നേരത്തെ പറഞ്ഞു അന്യത്ര സേവനം. അപ്പോൾ മറ്റ് ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള മറ്റൊരു ഏജൻസിയുടെ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെപ്യൂട്ടേഷൻ പോകുന്ന ആ ഒരു കാലഘട്ടം. ഫോറിൻ സർവീസ് അല്ല, ഡെപ്യൂട്ടേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഫോറിൻ സർവീസിലേക്കും ആവാം, മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും ഡെപ്യൂട്ടേഷനിൽ പോയാൽ അവിടെ ഒന്നും പിന്നെ യാത്രയ്ക്കുള്ള സമയം മാത്രമേ കിട്ടുള്ളൂ, പ്രിപ്പറേഷൻ ടൈം ഇല്ല. അപ്പൊ കോമൺ ആയിട്ട് പറയുമ്പോൾ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഒരാൾക്ക് പ്രിപ്പറേഷൻ ടൈം ഇല്ല. അതായത് പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് നമുക്ക് 6 ദിവസമാണ്. ഇനി ഹെഡ് ക്വാർട്ടേഴ്സിനകത്തേക്കുള്ള ഒരു സ്ഥലം മാറ്റം,
അത് ഹെഡ് ക്വാർട്ടേഴ്സിനകത്തേക്കുള്ള സ്ഥലം മാറ്റങ്ങൾക്കെല്ലാം ജോയിനിങ് ടൈം ഒരു ദിവസമാണ് കിട്ടുക. അത് ഞായറാഴ്ച ഉൾപ്പെടെയാണ്. ഞായറാഴ്ചയെ നമ്മൾ ഒഴിവാക്കി നിർത്താൻ പാടില്ല. ശ്രദ്ധിച്ച് കേൾക്കണം, ഹെഡ് ക്വാർട്ടേഴ്സിനകത്തേക്കുള്ള സ്ഥലം മാറ്റവും പ്രൊമോഷനുമാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു ദിവസം ജോയിനിങ് ടൈം കിട്ടും, അത് ഞായറാഴ്ച ഉൾപ്പെടെ. ഇപ്പൊ ശനിയാഴ്ച വൈകുന്നേരം റിലീവ് ചെയ്താൽ തിങ്കളാഴ്ച രാവിലെ ജോയിൻ ചെയ്യണം. അപ്പൊ ഞായറാഴ്ച പിന്നെ ജോയിനിങ് ടൈമായിട്ട് കിട്ടി, ഞായറാഴ്ച ഉൾപ്പെടെയാണ്. ഇനി തിങ്കളാഴ്ച വൈകുന്നേരം റിലീവ് ചെയ്തു, ബുധനാഴ്ച രാവിലെ ജോയിൻ ചെയ്താൽ മതി. ചൊവ്വാഴ്ച അപ്പോൾ ജോയിനിങ് ടൈമായിട്ട് കിട്ടി. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക. ഔട്ട്സൈഡ് കേരളയിലൊക്കെ മൊത്തം ജോയിനിങ് ടൈം 30 ദിവസം അനുവദിക്കാറുണ്ട്. 30 ദിവസം വരെ അനുവദിക്കാറുണ്ട്. അങ്ങനെ 30 ദിവസം വരെ അനുവദിക്കുമ്പോൾ ഞായറാഴ്ച ഉൾപ്പെടുത്തും. ഹെഡ് ക്വാർട്ടേഴ്സിനകത്തുള്ള ട്രാൻസ്ഫറിന് ഞായറാഴ്ച ഉൾപ്പെടെ ജോയിനിങ് ടൈമാണ്. 30 ദിവസത്തിന് ഔട്ട്സൈഡ് കേരളയിൽ 30 ദിവസം പിന്നെ ജോയിനിങ് ടൈം എടുക്കുന്ന കേസിലും ഞായറാഴ്ച ഉൾപ്പെടെയാണ് 30 ദിവസം. എന്നാൽ മറ്റ് കേസുകളിൽ ഈ ഞായറാഴ്ച ഹോളിഡേ ആയിട്ട് പരിഗണിച്ച് ഒഴിവാക്കി നിർത്തും. അത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ 2 കേസിലെ ഞായറാഴ്ച ഉൾപ്പെടുത്തുന്നുള്ളൂ. ഒന്ന് ഹെഡ് ക്വാർട്ടേഴ്സിനകത്തേക്കുള്ള നിയമനം, 2 കേരളത്തിന് പുറത്തേക്ക് 30 ഡേയ്സ് ജോയിനിങ് ടൈം വരുന്ന കേസുകളിലും ഞായറാഴ്ച ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. ഇനി യാത്രയെ സംബന്ധിച്ചും നമ്മൾ പറയാണ്. യാത്രയിൽ ട്രെയിൻ 500 കിലോമീറ്റർ വരെ ഒരു ദിവസം കിട്ടും. ട്രാവലിംഗ് പിന്നെ ആക്ച്വൽ ജേർണി ടൈം ആണ് പറയുന്നത്. യാത്ര സമയം 500 കിലോമീറ്റർ വരെ ട്രെയിനിൽ യാത്ര ചെയ്യാനുണ്ടെങ്കിൽ ഒരു ദിവസമാണ് നമുക്ക് ജേർണി ടൈമായിട്ട് കിട്ടുക. പ്രിപ്പറേഷൻ 6 ദിവസവും കിട്ടും. ഇനി റോഡിലാണെങ്കിൽ 150 കിലോമീറ്റർ വരെ ഒരു ദിവസം കിട്ടും. ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്, നമ്മൾ ഏറ്റവും മേജർ ആയിട്ട് നോക്കുന്നത് ട്രെയിനാണ്. ഈ പിന്നെ ജോയിനിങ് ടൈമും ടി എയിലും ഒക്കെ തന്നെ മേജറായിട്ട് നോക്കുന്നത് ട്രെയിൻ യാത്രയാണ്. റോഡിൽ ഒരു 150 കിലോമീറ്റർ വരെ ഒരു ദിവസം. കപ്പലിലാണെങ്കിൽ 350 കിലോമീറ്റർ വരെ, ഇതൊക്കെ ചോദ്യമാണ് കേട്ടോ, 350 കിലോമീറ്റർ വരെ ഒരു ദിവസം. ബോട്ടിലാണെങ്കിൽ നമുക്ക് പിന്നെ കായലും ഇതൊക്കെയുള്ള സ്ഥലങ്ങളാണല്ലോ, ബോട്ട് സർവീസ് ആണെങ്കിൽ 150 കിലോമീറ്റർ വരെ ഒരു ദിവസം. ഈ പറഞ്ഞതിൽ കൂടുതലാണെങ്കിൽ അപ്പോൾ റോഡും ബോട്ടും 150 കിലോമീറ്റർ, കപ്പൽ 350, ട്രെയിന് 500 കിലോമീറ്റർ. ഇതിൽ കൂടുതലാണെങ്കിൽ ഒരു ദിവസം കൂടി നമുക്ക് എടുക്കാം. ഇത് ഏതെങ്കിലും 2 വിഭാഗമാണെങ്കിലും നമുക്ക് അത്തരത്തിൽ ഓരോ ദിവസം കൂടി എടുക്കാം. ഇപ്പൊ ട്രെയിനും ഞാൻ പറഞ്ഞല്ലോ, ബസ്സും ആണെങ്കിലും അങ്ങനെ ചെയ്യാം. ഇനി വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ, ഇപ്പോ ഹെഡ് ക്വാർട്ടേഴ്സിന് പുറത്തേക്കുള്ള ട്രാൻസ്ഫർ ആണെന്ന് വെച്ചോ, ആ ട്രാൻസ്ഫറിന് നമുക്ക് പിന്നെ പ്രിപ്പറേഷൻ ടൈമും ഇതൊക്കെ ഉണ്ട്, എടുക്കാം. അപ്പോൾ ഞായറാഴ്ച ഒഴിവാക്കണം, അത് ഞാൻ പറഞ്ഞു. മറ്റൊന്ന്, അപ്പോൾ അതിനിടയിൽ ഒരു ഹോളിഡേ വന്നാൽ അത് കൂട്ടണം. ഞായറാഴ്ച കൂട്ടണ്ട, ഹോളിഡേ വന്നാൽ അതടക്കമാണ് ഈ 7 ദിവസമാണെങ്കിൽ 7 ദിവസം എടുക്കേണ്ടത്. അതും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. ഹെഡ് ക്വാർട്ടേഴ്സിനകത്തേക്ക് ഞായറാഴ്ച കൂട്ടണം. 30 ദിവസം സംസ്ഥാനത്തിന് പുറത്തുള്ള ട്രാൻസ്ഫറിന് 30 ദിവസം ജോയിനിങ് ടൈം എടുക്കുന്ന കേസിൽ ഞായറാഴ്ച കൂട്ടണം. എന്നാൽ ഹെഡ് ക്വാർട്ടേഴ്സിന് പുറത്തേക്കുള്ള ട്രാൻസ്ഫറിന് 7 ദിവസം നമ്മൾ ജോയിനിങ് ടൈം എടുത്താൽ അതിൽ ഞായറാഴ്ച ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ 7 ദിവസത്തിനിടയിൽ ഒരു ഹോളിഡേ ഉണ്ടെങ്കിൽ ആ ഹോളിഡേയും ഈ 7 ദിവസത്തിലെ എണ്ണത്തിൽ പെടും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഒരു ഉദ്യോഗസ്ഥൻ, നമുക്ക് ഇത് മനസ്സിൽ വെക്കണം, 6 ദിവസമാണ് പ്രിപ്പറേഷൻ ടൈം. അതെപ്പോഴും നമ്മൾ ഓർമ്മിച്ചിരിക്കണം. തയ്യാറെടുപ്പ് കാലം എന്ന് പറയുന്നത് 6 ദിവസമാണ്. പിന്നെ യഥാർത്ഥ ജേർണി ടൈമാണ്. അത് ഒരു ദിവസമാണ്, ഒരു ദിവസം അല്ലെ 2 ദിവസം കിട്ടുവാണെങ്കിൽ അങ്ങനെ, അതുമാണ് നമുക്ക് ആകെ ജോയിനിങ് ടൈമായിട്ട് കിട്ടുന്നത്. ഇനി ഒരു പിന്നെ ആള് ജോയിൻ ചെയ്യേണ്ടത്, ഈ 7 ദിവസം ആയിരുന്നു ജോയിനിങ് ടൈം. 7 ദിവസം കഴിഞ്ഞ് ജോയിനിങ് ടൈമിൽ 8ാമത്തെ ദിവസം ജോയിൻ ചെയ്യേണ്ടത് ശനിയും ഞായറും ഹോളിഡേ ആയിപ്പോയി. അങ്ങനെയെങ്കിൽ അവര് തിങ്കളാഴ്ച ജോയിൻ ചെയ്താൽ മതി. അതിന് എക്സ്റ്റൻഷൻ ഓഫ് ജോയിനിങ് ടൈം എന്ന് പറയും. അപ്പോൾ
ശനിയാഴ്ച എണ്ണി വരുമ്പോൾ ശനിയാഴ്ചയാണ് ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് ജോയിൻ ചെയ്യേണ്ടത് എങ്കിൽ, വെള്ളി ശനി ഞായറും ഹോളിഡേ ആയിപ്പോയി എങ്കിൽ അയാൾ തിങ്കളാഴ്ച ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ജോയിൻ ചെയ്യേണ്ട ദിവസം ഹോളിഡേ ആണെങ്കിൽ അത് എക്സ്റ്റൻഷൻ ഓഫ് ജോയിനിങ് ടൈം എടുത്തിട്ട് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ആ എടുക്കാത്ത ആ ജോയിനിങ് ടൈം കഴിഞ്ഞു വരുന്ന ആ ഹോളിഡേയ്സിന് എക്സ്റ്റൻഷൻ ഓഫ് ജോയിനിങ് ടൈം എന്ന് പറയും. അപ്പോൾ ഫലത്തിൽ 3 ദിവസം അവിടെ ഹോളിഡേയും കൂടെ കിട്ടിയാൽ ചിലപ്പോൾ അയാൾക്ക് എത്ര കിട്ടി? മൊത്തം 10 ദിവസം കിട്ടും. പക്ഷെ 10 ദിവസം കണക്കിലില്ല, 7 ദിവസം തന്നെയുള്ളൂ ജോയിനിങ് ടൈം ആയിട്ട് പറയുന്നുള്ളൂ. ഇനി വേറൊരു കേസ് ഞാൻ പറയാം. ഒരു ഉദ്യോഗസ്ഥൻ പ്രൊമോഷനായി, അയാൾ പ്രിപ്പറേഷൻ ടൈമും പിന്നെ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ അയാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. അതിന്റെ കൂട്ടത്തില് ഒരു 5 ദിവസത്തെ കമ്മ്യൂട്ടഡ് ലീവ് കൂടി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അയാൾ കമ്മ്യൂട്ടഡ് ലീവ് എടുത്തതിന് ശേഷം ജോയിനിങ് ടൈം എടുക്കുക, അപ്പോൾ ജോയിൻ ചെയ്യും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇയാള് ലീവ് എടുക്കുന്നതിന് മുമ്പ് ആദ്യം അത്തരം ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ജോയിനിങ് ടൈം മാത്രം എടുത്ത് ലീവ് പിന്നെ ജോയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കുറച്ച് ദിവസം കൂടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലീവ് വേണ്ടി വന്നു എങ്കിൽ നമ്മൾ ആദ്യം ലീവ് റിലീവ് ചെയ്ത പീരീഡിൽ മുതൽ നമ്മൾ ലീവ് കൊടുക്കുക. അതിനുശേഷം അവസാന ഭാഗത്ത് മാത്രമേ നമ്മൾ ജോയിനിങ് ടൈം അവൈൽ ചെയ്യാവൂ. അത്തരം ഒരു സാഹചര്യത്തിൽ അതിനാണ് നമ്മൾ ഓവർ സ്റ്റൈൽ ഓഫ് ജോയിനിങ് ടൈം എന്ന് പറയുന്നത്. ഓവർ സ്റ്റൈൽ ഓഫ് ജോയിനിങ് ടൈം അങ്ങനെ വന്നാൽ കാഷ്വൽ ലീവ് ഒഴികെ ഏത് ലീവും നമുക്ക് എടുക്കാം. പക്ഷെ ആദ്യം ഇവിടുന്ന് പുറകോട്ട് എണ്ണം, ജോയിൻ ചെയ്യുന്ന ഡേറ്റ് മുതൽ പുറകോട്ട് 7 ദിവസമാണ്. 7 ദിവസം, അതായത് 6 ദിവസം പ്രിപ്പറേഷനും 1 ദിവസം ജേർണി ടൈമും കൂടാണ് 7 ദിവസം. അങ്ങനെ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് മുതൽ പുറകോട്ട് 7 ദിവസം ഉണ്ട്. ആ പുറകോട്ട് ഇടുന്ന 7 ദിവസമാണ് നമ്മൾ ജോയിനിങ് ടൈമായിട്ട് എടുക്കുക. അതിനും പുറകോട്ട് വരുന്ന നമ്മുടെ ആബ്സെന്റ് നമ്മൾ ലീവായിട്ട്, ലീവ് അപേക്ഷയായിട്ട് പുതിയ കാഷ്വൽ ലീവ്, സോറി കമ്മ്യൂട്ടഡ് ലീവോ ഹാഫ് പേ ലീവോ ആയിട്ട് നമ്മൾ കൊടുക്കുക. ഇതിനാണ് നമ്മൾ ഓവർ സ്റ്റൈൽ ഓഫ് ജോയിനിങ് ടൈം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്, ഇത് ബേസിക് കാര്യങ്ങളാണ്. നമ്മൾ ഇതൊക്കെ ഒന്ന് കേട്ട് ഓർമ്മിച്ചിരിക്കുക. ജോയിൻ ടൈമിൽ എത്ര ദിവസമാണ് പ്രിപ്പറേഷൻ ടൈം, ഏതൊക്കെ ദിവസങ്ങളാണ്, പിന്നെ യാത്രാ ടൈം എത്ര കിട്ടും, പിന്നെ എക്സ്റ്റൻഷൻ വന്നാൽ എന്ത് ചെയ്യും, അതെങ്ങനെയാണെന്ന് നമ്മൾ കൂട്ടേണ്ടത്. ട്രെയിനാണ് എത്ര കിലോമീറ്റർ വരെയാണ് ഒരു ദിവസം ജേർണി ടൈം കിട്ടുക, ബസ്സാണെങ്കിൽ എത്ര കിലോമീറ്റർ വരെ ജേർണി ടൈം കിട്ടും, ഞായറാഴ്ച ഉൾപ്പെടുത്തേണ്ടത് എപ്പോൾ, ഉൾപ്പെടുത്തേണ്ടത് എപ്പോൾ. ഒരിക്കൽ കൂടി, അകത്തേക്കുള്ള ഹെഡ് ക്വാർട്ടേഴ്സിനകത്തുള്ള ട്രാൻസ്ഫറുകൾക്ക് ഞായറാഴ്ച ഉൾപ്പെടെയാണ് ജോയിനിങ് ടൈം. ഒരു ദിവസം കിട്ടുക, ആ ഒരു ദിവസം ഞായറാഴ്ചയാണ് ഞായറാഴ്ച, തിങ്കളാണ് തിങ്കൾ ഒരു ദിവസം, അത് ഇൻക്ലൂഡിങ് സൺഡേ ആണ്. അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് 30 ദിവസം ജോയിനിങ് ടൈം എടുക്കുന്ന കേസുകളിലും ഈ ഞായറാഴ്ച ഉൾപ്പെടെയാണ്. എന്നാൽ ഹെഡ് ക്വാർട്ടേഴ്സിന് പുറത്തേക്കുള്ള ട്രാൻസ്ഫറിൽ ഞായറാഴ്ച കണക്കിൽ 7 ദിവസത്തിൽ വരുന്നില്ല. പകരം ഹോളിഡേയ്സ് ആണെങ്കിൽ അതിനിടയിൽ ഏതെങ്കിലും ഞായറാഴ്ച ഒഴികെയുള്ള ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ അത് കണക്കിൽ വരികയും ചെയ്യും. ഓക്കെ. ഇനി ഫുൾ അഡീഷണൽ ചാർജ്. നമ്മളെ ഒരു ഉദ്യോഗസ്ഥൻ, നമ്മൾ ഹെഡ് ഓഫ് ഓഫീസ് ട്രാൻസ്ഫർ ആയി പോയി, അല്ലെ പകരം ആൾ എത്തിയില്ല. അപ്പോൾ അവിടെയുള്ള സീനിയർ മോസ്റ്റ് ആരാണോ അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിന്റെ, സ്കൂളായിക്കോട്ടെ ഓഫീസ് ആയിക്കോട്ടെ, ചാർജ് ഔദ്യോഗികമായി കൈമാറും. ആ ചാർജ് ഔദ്യോഗികമായി കൈമാറുമ്പോൾ 2 തരം ഡ്യൂട്ടിയാണ് ഉള്ളത്. ഒന്ന്, ഈ സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനം. ഞാൻ ഈ പിന്നെ ഫുൾ അഡീഷണൽ ചാർജിനെ പറ്റി ഒരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കറണ്ട് ഡ്യൂട്ടി, അതായത് സ്ഥാപനത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന രീതിയിൽ ഒരു ഡ്യൂട്ടി ഉണ്ട്. അതിനാണ് നമ്മൾ കറണ്ട് ഡ്യൂട്ടി നൽകുക എന്ന് പറയുന്നത്. ആ കറണ്ട് ഡ്യൂട്ടി എടുക്കുന്ന ഓഫീസർക്ക് ഈ സ്ഥാപനത്തിന്റെ ഭരണപരമോ നയപരമോ സാമ്പത്തികമോ ആയിട്ടുള്ള ഒരു കാര്യവും നോക്കേണ്ട ആവശ്യമില്ല. അയാൾ ദിവസവും ഇത് ഓടിച്ച് ഓഫീസ് അല്ലെങ്കിൽ സ്ഥാപനം പൂർണ്ണമായും നടത്തിക്കൊണ്ടു പോയാൽ മാത്രം മതി. അപ്പൊ റുട്ടീൻ വർക്കുകൾ മാത്രം നടത്തി കൊണ്ടുപോയാൽ മതി. രണ്ടാമത്തതാണ് ഫുൾ അഡീഷണൽ ചാർജ്. ഫുൾ അഡീഷണൽ ചാർജിൽ എല്ലാം കാര്യവും നോക്കണം. അതാണ് ഫുൾ അഡീഷണൽ ചാർജിൽ
ഭരണം, നയം, സാമ്പത്തികം, ലയബിലിറ്റി ഉണ്ടാവും, ശമ്പള ബില്ല് ഒപ്പിടേണ്ടി വരും, ലോണുകൾ എടുത്തു കൊടുക്കേണ്ടി വരും, സാമ്പത്തിക ഇടപാടുകൾ നടത്തേണ്ടി വരും, ഫണ്ടുകൾ കൈകാര്യം ചെയ്യേണ്ടി വരും, ഒക്കെ എല്ലാ ഇടപാടുകളും ചേർന്നതാണ് ഈ ഫുൾ അഡീഷണൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപന മേധാവി എങ്ങനെ വർക്ക് ചെയ്യുന്നുവോ അതുപോലെ തന്നെയാണ് ഈ ചാർജ് കിട്ടുന്ന ഉദ്യോഗസ്ഥനും ചെയ്യേണ്ടത് എന്നാണ് അർത്ഥം. ഇനി ഈ ചാർജ് അലവൻസ് എടുത്താലും കറണ്ട് ഡ്യൂട്ടി എടുത്താലും അതിനൊക്കെ പ്രത്യേക അലവൻസ് നൽകുന്നുണ്ട്. ഓർമ്മിക്കുക, ഇത് ശമ്പളത്തിന്റെ ഭാഗമല്ല, ഇത് ഒരു പ്രത്യേക അലവൻസ് ആണ്. അതിന് ചാർജ് അലവൻസ് എന്ന് പറയും. അത് കറണ്ട് ഡ്യൂട്ടിക്കും ചാർജ് അലവൻസ് ഉണ്ട്, ഫുൾ അഡീഷണൽ ചാർജിനും ചാർജ് അലവൻസ് ഉണ്ട്. വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ചാർജ് അലവൻസ് ഒരു പ്രാവശ്യം അറ്റ് എ സ്ട്രെച്ചിൽ പരമാവധി 3 മാസത്തേക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഒരു സ്ട്രെച്ചിൽ, അത് കഴിഞ്ഞിട്ട് വേറൊരു സ്പെല്ല് എടുക്കുമ്പോൾ വീണ്ടും എടുക്കാം. 3 മാസത്തേക്ക് ഒരു സ്പെല്ലിൽ എടുക്കാൻ പാടുള്ളൂ, അല്ലെ കിട്ടുള്ളൂ. ചാർജ് ചിലപ്പോൾ നമ്മൾ 5 മാസം ഒരു ഫുൾ അഡീഷൻ ചാർജ് എടുത്തിട്ടുണ്ടാവും, 5 മാസം. പക്ഷെ നമുക്ക് 3 മാസത്തേക്ക് മാത്രമേ ചാർജ് അലവൻസ് ലഭിക്കുകയുള്ളൂ. ഇനി മിനിമം, അത് പരമാവധി ഇപ്പം ഞാൻ പറഞ്ഞത്, പരമാവധി 3 മാസം വരെ ഫുൾ അഡീഷണൽ ചാർജ് അലവൻസ് കിട്ടുള്ളൂ. എന്നാൽ മിനിമം കിട്ടണമെങ്കിൽ 14 വർക്കിംഗ് ഡേ ഡ്യൂട്ടി എടുത്തിരിക്കണം. ഹോളിഡേ ഒഴികെ 14 വർക്കിംഗ് ഡേയിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ മിനിമം 15 വർക്കിംഗ് ഡേ എങ്കിലും ഉണ്ടായിരിക്കണം എന്നർത്ഥം. 14 വർക്കിംഗ് ഡേയിൽ കൂടുതൽ ഡ്യൂട്ടി എടുത്താൽ മാത്രമേ ഫുൾ അഡീഷണൽ ചാർജിന് ആൻഡ് ചാർജ് അലവൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ പറഞ്ഞ 15 ദിവസത്തിൽ ഹോളിഡേ ഇല്ലാതെ വർക്കിംഗ് ഡേ ആയിട്ട് 15 ദിവസം കിട്ടണം. ഇനി കറണ്ട് ഡ്യൂട്ടീസ് ആണെങ്കിൽ, കറണ്ട് ഡ്യൂട്ടിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ചാർജ് അലവൻസ് കിട്ടണമെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ ഡ്യൂട്ടി എടുക്കണം. ഹോളിഡേ അടക്കം 1 മാസത്തിൽ കൂടുതൽ ഡ്യൂട്ടി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് ഡ്യൂട്ടി എടുത്തതിൻ്റെ ഫുൾ അഡീഷണൽ ചാർജ് കിട്ടും. 15 വർക്കിംഗ് ഡേ ഡ്യൂട്ടി എടുത്താൽ, 14 വർക്കിംഗ് ഡേയിൽ കൂടുതൽ ഡ്യൂട്ടി എടുത്താൽ, എക്സെപ്റ്റ് ഹോളിഡേയ്സ് എടുത്താൽ നമുക്ക് ഫുൾ അഡീഷണൽ ചാർജിൻ്റെ ചാർജ് അലവൻസ് കിട്ടും. അപ്പോൾ മനസ്സിലായല്ലോ പറഞ്ഞത്. കറണ്ട് ഡ്യൂട്ടി എന്താണ്, ഫുൾ അഡീഷണൽ ചാർജ് എന്താണ്, ഫുൾ അഡീഷണൽ ചാർജിന് എത്ര ദിവസം ഉണ്ടെങ്കിലാണ് അലവൻസ് കിട്ടുക, കറണ്ട് ഡ്യൂട്ടീസിന് എത്ര ദിവസം ഉണ്ടെങ്കിൽ 1 മാസത്തിലധികം വേണം, ഹോളിഡേ അടക്കം. ഇനി ഈ ചാർജ് അലവൻസ് എന്താണെന്ന്, എത്രയാ കിട്ടുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ എടുത്ത ഫുൾ അഡീഷണൽ ചാർജ് എടുത്ത അതൊരു അഡീഷണൽ ഡ്യൂട്ടിയാണ്. നമ്മുടെ പോസ്റ്റ് അവിടെ ഉണ്ടാവും, അതിൻ്റെ കൂടെ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ തസ്തികയുടെ ഭരണം കൂടി നമുക്ക് തരികയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സീനിയർ അധ്യാപകൻ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഡ്യൂട്ടി ഫുൾ അഡീഷണൽ ചാർജ് എടുത്തുവെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ സ്കെയിലിന്റെ മിനിമത്തിന്റെ 4% എന്ത് കിട്ടുക? ഈ ചാർജ് അലവൻസ് ആയിട്ട് കിട്ടുക. അതായത് നമ്മൾ ചാർജ് എടുക്കുന്ന തസ്തികയുടെ സ്കെയിലിന്റെ, അവർക്കൊരു സ്കെയിൽ ഉണ്ട്. അപ്പോൾ 55,000 ചില്ലറയാണ് ഹെഡ് മാസ്റ്റർ സ്കെയിൽ തുടങ്ങുന്നത്. അപ്പോൾ ആ സ്കെയിലിന്റെ മിനിമം അതാണ് 55,000 ചില്ലറ. ആ മിനിമത്തിന്റെ 4% ഈ ചാർജ് അലവൻസ് ആയിട്ട് കിട്ടുക. ഓർമ്മിക്കുക, ഈ ചാർജ് അലവൻസിന് DAയോ അങ്ങനെയുള്ള ഒന്നുമില്ല. വെറും പേയുടെ ഇത്ര ദിവസത്തിന് 4% എന്ന് പറഞ്ഞാൽ അത് ആ ദിവസം കൊണ്ട് വരുമല്ലോ. ഇനി കറണ്ട് ഡ്യൂട്ടീസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ആ ഡ്യൂട്ടി എടുത്ത ആ സ്കെയിൽ ഓഫ് പേയുടെ മിനിമത്തിന്റെ 2% വരിക കറണ്ട് ഡ്യൂട്ടീസിനുള്ള ചാർജ് അലവൻസ് എന്ന് പറയുന്നത്. അത് ഒരു ഫിഗർ ചാർജ് അലവൻസ് മാത്രമാണ്, അതിന് യാതൊരു DA കണക്ക് കൂട്ടുന്നതല്ല, ഒന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഫുൾ അഡീഷണൽ ചാർജിന് 4%, കറണ്ട് ഡ്യൂട്ടീസിന് 2% ആണ് ചാർജ് അലവൻസ്. ഏതിൻ്റെ 4%? നമ്മൾ ചാർജ് എടുത്ത ആ തസ്തികയുടെ സ്കെയിലിന്റെ ഏറ്റവും കുറഞ്ഞ മിനിമം, ആ മിനിമത്തിന്റെ 4%. ഒരു സ്കെയിൽ ഒപ്പേ തുടങ്ങുമല്ലോ, ആ തുടക്കം എത്രയാണോ ആ തുടങ്ങുന്ന ആ സ്കെയിൽ, അതാണ് മിനിമം. ആ മിനിമത്തിന്റെ 4% ഫുൾ അഡീഷണൽ ചാർജിന് കിട്ടുക. മിനിമത്തിന്റെ 2% കറണ്ട് ഡ്യൂട്ടീസിന് അലവൻസ് ആയിട്ട് കിട്ടുക. ഫുൾ അഡീഷണൽ ചാർജിന് മിനിമം 14 വർക്കിംഗ് ഡേയിൽ കൂടുതൽ ചാർജ് എടുത്താൽ മാത്രമേ മിനിമം കിട്ടുള്ളൂ. അല്ല 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ
ആ പോസ്റ്റിലേക്ക് ആള് വന്നാൽ 10 ദിവസത്തേക്ക് ചാർജ് അലവൻസ് കിട്ടുന്നതല്ല. എന്നാൽ ഒരുപാട് കാലം 3 മാസം വരെ മാത്രമേ ഒരു സ്പെല്ലില് പരമാവധി 3 മാസം വരെ മാത്രമേ ഈ ചാർജ് അലവൻസ് ലഭിക്കുകയുള്ളൂ എന്ന കാര്യവും നമ്മൾ ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ജോയിനിങ് ടൈമും നമ്മുടെ ചാർജ് അലവൻസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.